നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലജാൻഡ്രോ ബാൾഡെ ഫ്രം ബാർസലോണ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ബൈ ഫാബ്രിസിയോ റൊമാനോ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബാൾഡെ ഡിസൈഡ് ചെയ്തിരിക്കുന്നു ദാറ്റ് ഹി വാണ്ട്സ് ടു ലീവ് ബാർസലോണ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ബാൾഡേനെ സൈൻ ചെയ്യാനായിട്ടുള്ള ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്നാണ് റൊമാനോ റിപ്പോർട്ട് ചെയ്തത്. സോ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് ബാക്കാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ലൂക്ക് ഷോ ആ ഒരു പൊസിഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ലൂക്ക് ഷോ തന്നെയാണ്. ഈ 12 വർഷത്തിലും ലൂക്ക് ഷോ ആ ഒരു പൊസിഷൻ നിൽക്കുക എന്ന് പറഞ്ഞു തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്താ പറയുക, ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ബിക്കോസ് വി നോ ലൂക്ക് ഷോയുടെ കാലം കഴിഞ്ഞു, എന്നിട്ട് പോലും നമ്മൾ ലൂക്ക് ഷോനെ ആ ഒരു പഴകിയ വണ്ടിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ഗെയിമിൽ അതിൻ്റെ ഇത് കണ്ടു. ലൂക്ക് ഷോൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള എന്താ പറയുക, ആ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. സോ ഇവിടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഈ ബാൾഡെ മാൻ യുണൈറ്റഡിലേക്ക് വരാനായിട്ട് സാധ്യത ഏറെയാണ് എന്ന് പറയപ്പെടുന്നു. സോ ബാൾഡെനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഹീസ് എ വെരി ഗുഡ് പ്ലെയർ, എ വെരി യങ് പ്ലെയർ. 22 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ആൻ എക്സൈറ്റിംഗ് പ്ലെയർ. പേസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രോപ്പർ കത്തിക്കുന്ന ടൈപ്പുള്ള പേസ് പ്ലെയറാണ് ബാൾഡെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാൾഡയുടെ ഇഞ്ചുറി ഹിസ്റ്ററി തന്നെയാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ ആദ്യം മുതൽ പറയപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു ലൂയിസ് ഹോൾ, ന്യൂകാസിലിൻ്റെ. സോ എല്ലാവർക്കും താല്പര്യമായിരുന്നു, നമ്മുടെ മാനേജ്മെൻറ്റിനും ഫാൻസിനും എല്ലാവർക്കും താല്പര്യം. ബിക്കോസ് ഹീ ഈസ് എ റിയലി എക്സൈറ്റിംഗ് പ്ലെയർ. കഴിഞ്ഞ സീസണിൽ ബാർസലോണ ആയിട്ടുള്ള ഗെയിമിൻ്റെ അകത്തൊക്കെ നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചു. ആൻഡ് ലെമീൻ യമാൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ആ പ്ലെയേഴ്സ് അവർ വരുന്ന പറഞ്ഞാൽ നമ്മളെന്തോ സ്റ്റീൽ ചെയ്തത് കൊണ്ട് നമ്മൾ പിടിക്കാൻ വരുന്ന രീതിയിലാണ് ഈ പ്ലെയർ വരുന്നത് എന്നാണ് പറയുന്നത്. സോ അത് കഴിഞ്ഞപ്പോൾ തന്നെ കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ ഹോളിനെ നോട്ടീസ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൾറെഡി ന്യൂകാസിൽ കഴിഞ്ഞ ഒരു 4-5 മെയിൻ പ്ലെയേഴ്സിനെ അവർ വിറ്റു. ആൻഡ് റൈറ്റ് നൗ ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു സെൽ. കാരണം അവർക്ക് സെല്ല് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആൻഡ് പുതിയ കോച്ച് വന്ന് അവർ പറഞ്ഞത് ലൈക്ക് ഹി വോണ്ട്സ് ഹോൾ ടു സ്റ്റേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയിപ്പം എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ അവർ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല. ഒരു 70-80 മില്യൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ വിൽക്കുമായിരിക്കും, പക്ഷേ നമ്മൾ അത്രയും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ ഹോളിന് പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ് ബാൾഡെ. സോ ബാൾഡയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇഞ്ചുറി പ്രോൺ പ്ലെയർ എന്ന് വേണം പറയാനായിട്ട്. ഇത്രയും യങ് ഏജിൽ ടോട്ടൽ ഇഞ്ചുറീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. സോ ഞാൻ ആ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 2020-21 സീസണിൽ 66 days മിസ്ഡ്, 2 injuries ആൻഡ് 3 games മിസ്ഡ്. ഓക്കെ, 21-22 സീസണിൽ 92 days, 3 ഇഞ്ചുറി, 27 games മിസ്ഡ്. 2022-23 സീസണിൽ 62 ദിവസം പോയി, 1 ഇഞ്ചുറി ആൻഡ് 3 games മിസ്ഡ്. 23-24 സീസണിൽ 196 days ആൻഡ് 3 ഇഞ്ചുറീസ് ആൻഡ് 23 days മിസ്ഡ്. 24-25 സീസണിൽ 29 days, 1 ഇഞ്ചുറി, 7 games മിസ്ഡ്. ആൻഡ് കഴിഞ്ഞ സീസണിൽ 61 ദിവസം പോയി, 2 ഇഞ്ചുറി ആൻഡ് 10 days മിസ്ഡ്. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സീസണിലും അത്യാവശ്യം ഇഞ്ചുറി വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. അതിനകത്ത് മെയിനായിട്ട് ഒരു ടെൻഡൻ ഇഞ്ചുറി വന്നതിൻ്റെ പുറത്താണ് ഈ 196 days പുറത്തിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 23 games മിസ്സായിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് ആണ്, മസിൽ ഇഞ്ചുറി. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നിൽക്കുന്ന പറഞ്ഞാൽ മസിൽ ഇഞ്ചുറി ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു പ്ലെയർ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെ അത് ചേരും എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ലൂക്ക് ഷോ എന്നുള്ളൊരു വ്യക്തി പല സീസണിലും നമുക്ക് മിസ്സായിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിലാണ് ലൂക്ക് ഷോനെ ഒരു ഫുൾ സീസണൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പ്രാവശ്യവും പരിക്കോടുകൂടി പുറത്തിരുന്നിട്ടുള്ള ലൂക്ക് ഷോനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പരിക്കിൽ നിന്ന് മാറി അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആ ഒരു പൊസിഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു റിസ്കി സൈനിങ് തന്നെ ആയിരിക്കും. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്ലെയർ, പക്ഷേ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്താ പറയുക, ഇപ്പം പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2 പ്ലെയേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ടായിരുന്നത്, റോം, പിന്നെ അതിനുശേഷം സലിനാസ്, പിന്നെ ബാൾഡെ. അപ്പോൾ ബാൾഡയുടെ കാര്യം നിൽക്കുന്ന പറഞ്ഞാൽ ഹൊർഗെ മെൻഡസ്, ദ
ഏജൻറ്റ്, സൂപ്പർ ഏജൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ സാലിനാസും പിന്നെ ബാൾഡേയും വരുന്നത്. അപ്പോൾ ബാൾഡേനെ ബാർസലോണയിൽ നിന്ന് പൊക്കി യുണൈറ്റഡിന് കൊടുത്തിട്ട് സാലിനാസിനെ ബാർസലോണയിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. സോ എനിക്കറിയത്തില്ല ഈ ഒരു സൈനിങ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിൽ എനിക്ക് അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് വെച്ചിട്ട് വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അതൊരു തമാശ രീതിയിൽ പറയുന്നൊരു സംഭവമാണ്. ബാർസലോണയുടെ ആശുപത്രിയിൽ നിന്നും മാഞ്ചസ്റ്ററിൻ്റെ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന താരം എന്നുള്ള രീതിയിലൊരു കമൻറ്റ് എവിടെയോ വായിക്കാനിടയായി. സോ നമ്മൾ അറിയാം, ഒരു രോഗിനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഒരു ഇപ്പം രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥ ആയതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്ലെയറിന് ആ ഒരു വ്യക്തി ഒരു കമൻറ്റിലൂടെ പറഞ്ഞത്, ബാർസലോണ ഹോസ്പിറ്റലിൽ നിന്നും മാനുവിൻ്റെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. സോ തമാശ ആണെങ്കിൽ പോലും അതിനകത്ത് അത്യാവശ്യം കാര്യമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ ആണോ വേണ്ടത്, ഓർ എ പേഴ്സൺ ഹൂസ് റിലയബിൾ. ഇപ്പം ഇത്രയും ഇതല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡിഫെൻഡിങ് കാഴ്ചവെക്കാനും അത്യാവശ്യം ഫോർവേഡ് റൺസ് മേക്ക് ചെയ്യാനും ക്രോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണോ നമുക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇറ്റ് ഈസ് അപ് ടു മാനേജ്മെൻറ്റ്. ഇപ്പം എന്തായാലും ലൂക്ക് ഷോ അടുത്ത ഒരു സീസൺ, ഐ മീൻ ലൈക്ക് ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നതോടുകൂടി ലൂക്ക് ഷോയുടെ കോൺട്രാക്ട് അവസാനിക്കും. സോ അത് കഴിഞ്ഞിട്ട് മേ ബി നെക്സ്റ്റ് ഇയർ ലൂയിസ് ഹോളിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇപ്പം റോമിനെ പോലത്തെ ഉള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിരുന്നാൽ ലൈക്ക് ഹീ ക്യാൻ പ്ലേ ദിസ് ഇയർ, അടുത്ത വർഷമാണെങ്കിൽ മേ ബി ലൈക്ക് ദേ ക്യാൻ ഫൈറ്റ് ഫോർ പ്ലേസസ്. ഇപ്പോൾ റോം ഓൾറെഡി 28 ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ഹി ഹാസ് ഗോട്ട് സം 34 മില്യൻ്റെ ഇതുണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. സോ മേ ബി ലൈക്ക് വി ക്യാൻ ഗെറ്റ് റോം ആൻഡ് അടുത്ത സീസണിൽ ഹോളിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം ബാൾഡേനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആവും. കാരണം വെച്ചാൽ 2 വെരി യങ് പ്ലെയേഴ്സ്, അപ്പം അവർക്ക് താല്പര്യം കാണത്തില്ല അങ്ങനെ ഒരു പൊസിഷനിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ. ബിക്കോസ് ഓൾറെഡി ദർ ഇസ് എ പ്ലെയർ ഇൻ ദറ്റ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അടുത്ത വർഷം ലൂയിസ് ഹോളിനെ കൊണ്ടുവരിക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ലൈക്ക് നടക്കാത്തൊരു കാര്യമായിട്ട് മാറും. സോ എൻ്റെ താല്പര്യം ഇതാണ്. ഐ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ റോം ആൻഡ് നെക്സ്റ്റ് ഇയർ ഹോൾ. അപ്പോൾ ബാൾഡേ എന്നുള്ളൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പരിക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ടേക്ക് ഓൺ ദിസ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബാൾഡേ വരുന്നതാണോ ബെറ്റർ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിന് താൽക്കാലികമായിട്ട് വന്ന് ഈ വർഷം പ്ലേ ചെയ്യുക, എന്നിട്ട് അടുത്ത വർഷം ലൂയിസ് ഹോളിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കുമോ ബെറ്റർ ഓപ്ഷൻ? ഓക്കെ, സോ എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് എ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.